ഹലോ, ഇന്നൊരു സ്റ്റഡി വ്ളോഗ് പ്ലസ് ഒരു സെൽഫ് കെയർ വ്ളോഗാട്ടോ. പിന്നെ ഇന്നത്തെ സ്റ്റഡി സെഷൻ ഞാൻ വിചാരിച്ച പോലെ അത്ര പ്രൊഡക്റ്റീവ് ആയിരുന്നില്ല. പിന്നെ ഈ സെൽഫ് കെയർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫേസിലും ഹെയറിലും ഒക്കെ ട്വൈസ് എ വീക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ രാവിലെ എണീറ്റു ഫ്രഷായി നേരെ ചെന്ന് ടേബിൾ എഴുതി. പിന്നെ ഈ ടേബിൾ പഠിച്ച് ഞാൻ ഒത്തിരി ആയിട്ടില്ല, കാരണം എനിക്ക് ഈ നമ്പേഴ്സൊക്കെ ഓർത്തിരിക്കാൻ നല്ല പാടായിട്ട് തോന്നുന്നുണ്ട്. എക്സാമിന് ടൈം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും സ്പീഡ് വേണം. അപ്പോൾ നമ്മൾ ടേബിൾ പഠിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു ഇതിലിരുന്ന് ഞാനങ്ങ് പഠിക്കുവാണ്. ട്രസ്റ്റ് ദി പ്രോസസ്സ് എന്നല്ലേ, അപ്പം ചെയ്ത് ശരിയാവുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ടേബിളൊക്കെ എഴുതി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പരിപാടി ജിമ്മിലോട്ട് പോകണം എന്നാണ്. ഇപ്പം ഞാൻ റെഗുലർലി ജിമ്മിൽ പോവും, അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കാനെങ്കിലും പോവും. കാരണം ഞാനിപ്പോൾ കോച്ചിങ് ക്ലാസ്സിനൊന്നും അങ്ങനെ പോകുന്നില്ല. അപ്പം മോസ്റ്റ് ഓഫ് ദ ടൈം വീട്ടിൽ തന്നെയാണ് ഇരുന്ന് പഠിക്കുന്നത്. പണ്ട് കോവിഡ് ടൈമിൽ ഇതുപോലെ വീട്ടിലിരുന്നിരുന്ന് പിന്നെ അങ്ങ് പുറത്തോട്ട് ഇറങ്ങി കുറച്ച് നടന്നപ്പോൾ തന്നെ അങ്ങ് ശ്വാസം കിട്ടാതെ ആയിപ്പോയി. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വരണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ജിമ്മിൽ പോവുക, അല്ലെങ്കിൽ കുറച്ച് നടക്കാനൊക്കെ പോകുന്നത്. അങ്ങനെ ജിമ്മിൽ പോയിട്ട് വന്നിട്ട് ആദ്യം ചെയ്യുന്നത് ഇങ്ങനെ ഐസ് എടുത്തിട്ട് ഫേസിലൊന്ന് റബ്ബ് ചെയ്യും. അപ്പോൾ ഈ ഐസ് റബ്ബിങ് നമ്മുടെ ഫേസിൽ ആ പഫിനെസ് കുറയ്ക്കും, അതുപോലെ തന്നെ ഈ പോഴ്സൊക്കെ മിനിമൈസ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ അങ്ങനെ റെഗുലർലി ഇത് ചെയ്യാറുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പഠിക്കാനായിട്ടിരുന്നു. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ടാർഗറ്റ് എന്ന് പറയുമ്പം 50 ന്യൂ വേർഡ്സും പഠിക്കണം, അതുപോലെ തന്നെ 7 ടെസ്റ്റ് സീരീസും ചെയ്യാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇംഗ്ലീഷ് നമുക്കെല്ലാം അറിയാം എന്ന് വിചാരിക്കരുത്. ഇതിപ്പോൾ ഒത്തിരി സിനോണിയംസും ആൻറ്റോണിയംസും ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1000 വേർഡ്സൊക്കെ കാണുമായിരിക്കും. അപ്പോൾ അത് ഒത്തിരി ദിവസം എടുത്തിങ്ങനെ റിവൈസ് ചെയ്ത് നമുക്കത് മെമ്മറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പഠിച്ച് തുടങ്ങിയപ്പോൾ എൻ്റെ ഒരു മെൻറ്റാലിറ്റി എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് പഠിച്ചു തുടങ്ങി എനിക്ക് അടുത്ത മാസം ജോലി കിട്ടണം എന്നുള്ളതായിരുന്നു. പിന്നെ പഠിച്ച് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായി ഇതൊന്നും അത്ര ഈസി ടാസ്ക് അല്ല. നമ്മൾ ഒത്തിരി എഫേർട്ട് എടുത്ത് മാത്രമേ നമുക്ക് ആ ഒരു ലെവലിൽ അല്ലെങ്കിൽ ആ സക്സസ് കിട്ടത്തുള്ളൂ. അങ്ങനെ മോർണിംഗ് സെഷൻ കഴിഞ്ഞൊന്ന് ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ലഞ്ചൊക്കെ കഴിച്ചു. എന്നിട്ട് നേരെ അടുത്ത സെഷനിലോട്ട് കയറി. GK പഠിക്കാമെന്ന് വിചാരിച്ചു. GK ഒത്തിരി വാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചെങ്കിലും ദിവസം നോക്കിയാലേ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവത്തുള്ളൂ. പിന്നെ ഇപ്പം എനിക്ക് കുറച്ച് കമൻസൊക്കെ വീഡിയോസിൽ വരാറുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. പിന്നെ എനിക്ക് വന്നൊരു കമൻ്റ് ആയിരുന്നു സ്റ്റഡി മെറ്റീരിയലിനെ കുറിച്ച് പറയുമെന്നുള്ളത്. ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു ബിഗിനറാണ്. സോ ഞാനും ഇതുപോലെ വീഡിയോസ് അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന കേട്ടിട്ടാണ് ഈ ബുക്സൊക്കെ മേടിച്ചത്. സോ ഈ ബുക്സൊക്കെ എത്രത്തോളം എനിക്ക് എഫക്റ്റീവായി എന്നുള്ളത് എനിക്ക് പറയാറായിട്ടില്ല ഞാൻ, കാരണം ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും ഞാൻ ഇതിനെപ്പറ്റി ഒരു സെപ്പറേറ്റ് വ്ളോഗ് ചെയ്യാം കേട്ടോ. അങ്ങനെ സ്റ്റഡി സെഷനൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഒരു ഫേസ് പാക്ക് ഇടാമെന്ന് വിചാരിച്ചു. ഇത് അമ്മ ഇടുന്ന കണ്ട് ഞാൻ ഇടാൻ തുടങ്ങിയതാണ്. എഫക്റ്റീവാണ്, ഫേസൊക്കെ ഒന്ന് കുറച്ച് ബ്രൈറ്റർ ആക്കും. ഞാനിവിടെ യൂസ് ചെയ്തത് ബീട്രൂട്ട് പൗഡറും നമ്മുടെ മഞ്ഞളും, പിന്നെ മൂന്നാമത്തെ പൊടിയുടെ പേര് എനിക്കറിയില്ല. ഇത് അമ്മ അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ച് വെച്ചതാണ്. പിന്നെ കേടുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് വയ്ക്കും, എന്നിട്ട് നേരെ കുളിക്കാൻ കയറും. പക്ഷേ ഇതിനെക്കാട്ടും ഇഷ്ടം എനിക്ക് കോഫി മാസ്ക് ആട്ടോ. ടാൻ റിമൂവലിന് അതൊരു അടിപൊളി മാസ്കാണ്. പിന്നെ അടുത്ത സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെയറാണ്. ഹെയറിന് ഞാൻ ദീദിയുടെ ഷാമ്പൂവും അതുപോലെ തന്നെ പ്ലമ്മിൻ്റെ കണ്ടീഷണറും യൂസ് ചെയ്യും. അങ്ങനെ ഫ്രഷൊക്കെ ആയിട്ട് നേരെ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങി പോത്തീസിലോട്ടാണ് പോകുന്നത്. എനിക്കൊരു ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ റെഡിമെയ്ഡ് കിട്ടുവാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാനാണ് പ്ലാൻ. അങ്ങനെ അവിടെ എത്തി നോക്കിയപ്പം റെഡിമെയ്ഡൊന്നും എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ മെറ്റീരിയൽ തന്നെയാണ് എടുത്തത്. അങ്ങനെ നേരെ സ്നാക്സ് സെഷനിലോട്ട് വന്നു. പിന്നെ ഈ നൂഡിൽസ് ഇല്ലേ, ഇതിൻ്റെ പിങ്ക് പാക്കറ്റ് ഞാൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതുകൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചെടുത്തു. പിന്നെ ചോക്ലേറ്റ് സെഷനിലോട്ട് പോയാൽ പിന്നെ വിടത്തില്ലല്ലോ. പിന്നെ എൻ്റെ ഫേവററ്റ് ചോക്ലേറ്റ് കേക്ക് തപ്പിയുള്ള നടപ്പാണ്. ഫൈനലി അത് കണ്ടുപിടിച്ചു. എന്താണെന്നറിയില്ല, എനിക്ക് ഈ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത്രയും നടന്ന ക്ഷീണത്തിൽ എന്തെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സ് കൂടെ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ ഈ മൈലോ കാണുന്നത്. പിന്നെ ഇത് തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. കൊള്ളാം കേട്ടോ, ഒരു ചോക്ലേറ്റ് മിൽക്ക് പോലെ തന്നെ ഉണ്ട്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തോട്ട് വന്നു. അതേ കട അടയ്ക്കാറായി. എനിക്ക് തോന്നുന്നു ഒരു 10:30 എങ്ങാണ്ട് ആയിക്കാണും. എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഒരു കുട്ടി വ്ളോഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. Thank you.